റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, വേദനകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് ചികിത്സിക്കാറുണ്ടായിരുന്നു, റുഖിയ നടത്താറുണ്ടായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഇശ്തകാ യഖറഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാതി വയൻഫുസ്. അപ്പോൾ റസൂൽ എന്തെങ്കിലും വേദന ബാധിച്ചു കഴിഞ്ഞാൽ റസൂൽ എന്ത് ചെയ്യും? റസൂൽ പാരായണം ചെയ്യും. എന്നിട്ട് റസൂൽ നഫസ് നടത്തും. എന്നിട്ടോ ഫലമഷ്തദ്ദ വജഅഹു കുൻതു അഖറഉ അലൈഹി വഅംസഹു ബിയദിഹി റജാഅ ബറകതിഹി. അപ്പോൾ റസൂലിന്റെ എന്ത് ചെയ്തു? റസൂലിന്റെ രോഗം കഠിനമായി. അപ്പോൾ രോഗം കഠിനമായ സന്ദർഭത്തിൽ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ എന്ത് ചെയ്യും? പാരായണം ചെയ്തു കൊടുക്കും. എന്നിട്ട് റസൂലിന്റെ കൈ കൊണ്ട് എന്ത് ചെയ്യും? തടവും. കാരണം റസൂലിന്റെ കയ്യിൽ എന്തുണ്ട്? ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവിടെ എന്തെങ്കിലും ശരീരത്തിന് ബാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനസികമായിട്ട് എങ്ങനെയായാലും ഈ സൂറത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തന്നെ റുഖിയ നടത്താൻ, ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ പലപ്പോഴായി നമ്മൾ തീരെ ശ്രദ്ധ കൊടുക്കാത്ത ഒരു വിഷയമാണെന്ത്? ഇത്തരത്തിലുള്ള സൂറത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് സ്വന്തത്തിന് ചികിത്സകൾ ഏർപ്പെടുത്തുക എന്നുള്ളത് വളരെ അനിവാര്യമായതും പ്രോത്സാഹിപ്പിക്കപ്പെട്ട വിഷയവുമാണ്. അതോടൊപ്പം തന്നെ എന്തും നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. നമ്മുടെ നാട്ടിലുള്ള വൈദ്യശാസ്ത്രപരമായ ചികിത്സകൾ, ആ ചികിത്സയെയും പാടെ ഒഴിവാക്കുക എന്നുള്ളത് എന്തല്ല, അത് ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം യോജിച്ചതല്ല എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് തദാവൂ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചികിത്സിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചികിത്സയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒഴിവാക്കാൻ പാടില്ല. കാരണം റസൂൽ പഠിപ്പിച്ചതാണ്, വഹീന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുകയുള്ളൂ എന്നതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെയുള്ള ചികിത്സ കൂടി എന്ത് ചെയ്യണം? നമ്മൾ നടത്തണം എന്നുള്ളതാണ്.